ഏറ്റവും ഹൃദയതയോടെ നിങ്ങൾക്കുള്ള മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. സായി ഗണേഷ്. സായി ഗണേഷ് പുതിയ കുട്ടിയാണ്, അരങ്ങേറ്റം കുറിക്കാനുള്ള കുട്ടിയാണ്. സായി ഗണേശിനെയും ഏറെ അഭിമാനത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തട്ടെ. അടുത്തത് ലക്ഷ്മൺ. ലക്ഷ്മണെ സംബന്ധിച്ച് അല്പം പറയാതെ പറ്റില്ലാത്തത് കൊണ്ട് പറയുകയാണ്. ലക്ഷ്മണും നമ്മളുടെ ജില്ലാ കലോത്സവത്തിന് എത്രയെണ്ണത്തിനാണ് സമ്മാനം വാങ്ങിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും സംസ്കൃത അക്ഷര ശ്ലോകത്തിനും അതുപോലെ അക്ഷര ശ്ലോകത്തിനും മറ്റും സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ലക്ഷ്മണെ പുരകളിക്കകത്തും സമ്മാനമുണ്ട്, വേറെ വയലിനുണ്ട്, ഏറെ മദ്ദളം മൃദംഗമാണ്. എവിടെയാണ്? ഏതായാലും ഒത്തിരി ഐറ്റത്തിൽ സമ്മാനങ്ങൾ വാങ്ങിച്ച ലക്ഷ്മണയും ഏറെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടി പരിചയപ്പെടുത്തട്ടെ. അടുത്തത് ശങ്കരനാണ്, ശ്രീ ശങ്കരൻ. ഹരിശങ്കരനാണ്. ഹരിശങ്കർ ഞങ്ങളുടെ ആചാര്യൻ്റെ ഇളയ മകനാണ്. കൈരളി ശ്ലോകരംഗത്തിലെ ഗുരുക്കന്മാരാണ് ഈ പറഞ്ഞ ആര്യാംബികയും ശ്രീകാന്തും ചാന്ദിനിയും ഹരിശങ്കറും ഒക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. അടുത്തത് ശങ്കരിയാണ്, ശ്രീ ശങ്കരി. ശ്രീ ശങ്കരിയും CBSE സംസ്കൃത പദ്യം ചൊല്ലലിൽ സംസ്ഥാനത്തിൽ ഫസ്റ്റ് വാങ്ങിച്ച കുട്ടിയാണ്. ആ കുട്ടിയെയും ഏറെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. ആശാ കൃഷ്ണൻകുട്ടി ഇടനാട് NSS ഹൈസ്കൂളിൽ പഠിക്കുന്നു. ആശാ കൃഷ്ണൻകുട്ടിയെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഈ വർഷം വളരെ നന്നായിട്ട് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ അക്ഷര ശ്ലോകത്തിൽ പങ്കെടുത്ത് 3ാം സ്ഥാനം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ആശാ കൃഷ്ണൻകുട്ടിയെയും സന്തോഷത്തോടു കൂടി പരിചയപ്പെടുത്തുന്നു. ശ്രീദേവ്. ശ്രീദേവിനെ സംബന്ധിച്ച് കൊച്ചുകുട്ടിയാണ്, ചൊല്ലാൻ പറ്റുമെന്ന് സംശയമാണ്. രാവിലെ സ്റ്റേജിലായത് കാരണം ഒന്ന് ചൊല്ലാമെന്നുള്ള ഒരു ധൈര്യത്തിൽ വന്ന് ചൊല്ലുകയാണ് ചെയ്തത്. ശ്രീറാമാണ് അടുത്തത്. ശ്രീറാം റവന്യൂ ജില്ലാ കലോത്സവത്തിലൊക്കെ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ കുട്ടിയാണ്. ഏറ്റവും അഭിമാനപൂർവ്വം ചെല്ലുന്നിടത്തെല്ലാം സമ്മാനങ്ങൾ നേടുന്ന ശ്രീറാമിനെയും നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നു. ശ്രീവർദ്ധൻ. ശ്രീവർദ്ധനെയും അതേപോലെ തന്നെ പുതിയ കുട്ടിയാണ്, വളരെ അഭിമാനത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. വൈഖരി. വൈഖരിയെ സംബന്ധിച്ച് ഇടനാട്ടുകാരിയാണ്, ഇടനാട് സ്കൂളിൽ പഠിക്കുന്നു. വളരെ നല്ല രീതിയിൽ ശ്ലോകങ്ങൾ അവതരിപ്പിച്ചു വരുന്ന വൈഖരി ഞങ്ങളുടെ ഏറെ പ്രതീക്ഷയാണ്. വൈഖരിയെയും അഭിമാനത്തോടു കൂടി പരിചയപ്പെടുത്തുന്നു. അധ്യാപികയായ ശ്രീകലയെയും നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നു. കൈരളി ശ്ലോകരംഗത്തിൽ പഠിച്ചിരുന്ന കുട്ടിയാണ്. ലക്ഷിത. ലക്ഷിതയെ സംബന്ധിച്ച് പേര് പലപ്പോഴും എനിക്ക് മാറിപ്പോകാറുണ്ട്, അതുകൊണ്ടാണ് ഞാനൊന്ന് ചോദിച്ചത്. ലക്ഷിതയും ഞങ്ങളുടെ ഏറെ അഭിമാനമാണ്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ സദസ്സിൽ കയ്യടി വാങ്ങിക്കുന്ന ലക്ഷിത ഒത്തിരി സമ്മാനങ്ങൾ ഇതിനോടകം വാരിക്കൂട്ടിയിട്ടുണ്ട്. അതുല്യരും. അതുലിനെ സംബന്ധിച്ചും പുതിയ കുട്ടിയാണ്, കഴിഞ്ഞ വർഷം അരങ്ങേറ്റം കുറിച്ചതേ ഉള്ളൂ. ഒത്തിരി പ്രതീക്ഷകൾ ഞങ്ങൾ അർപ്പിക്കുന്ന ആ കുട്ടിയും ഒത്തിരി സമ്മാനങ്ങൾ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതുലിനെയും ഏറെ അഭിമാനത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. അടുത്ത കാവ്യകേളി ആരംഭിക്കുന്നു. കുഞ്ഞ് ഋത്വിക്ക് ഒരു ശ്ലോകം ചൊല്ലി ദേവിക്ക് സമർപ്പിക്കുന്നു. കാവ്യകേളി ആരംഭിക്കുന്നു.
അലറി പൂത്തു കാവുകളിൽ കുരുതിയൂത്ത പോലെ പകലറുതി പരനിരകൾ കോൽത്തിരികൾ പോലെ സമയമായി സമയമായി തേരിറങ്ങുകമ്പേ സകല ലോകപാലനൈക സമയമകാലമ്പേ കന്യകയാണെങ്ങളുടെ കൂപ്പുകൈകളാലെ കഞ്ചമലർ മുട്ടുകോർത്ത മാലയിടും ദേവി കന്യകയാണെങ്ങളുടെ ആനമിത ശീർഷ സമ്പരുദ്രാക്ഷങ്ങൾ കോർത്ത മാലയിടും ദേവി കവനസ്വരൂപിണി നീയും കഷ്ടം നിഹതനാമിന്നെ മറന്നു വെറുമൊരു ചുംബനം മാത്രം തന്നാൽ അമലേ നിനക്കെന്തു ചേതം ഒരു പക്ഷേ ഞാനതു മൂലം ഒരു പൊലിയാത്ത താരമായി തീരാ മമ ജീവനാളം ക്ഷണത്തിൽ ഒരു മധുര സംഗീതമായി മാറാം ഒഴുക്കിൽ കല്ലെത്തിയാർത്തു ചിരിപ്പുണ്ടോരുണ്ണി ഒരീറ്റത്തണ്ടിടം കയ്യിൽ കളിമേളം കണ്ണിൽ ഉറ്റുനോക്കെ കാറ്റടങ്ങി ചെത്തവുമോതുങ്ങി ചെറ്റുനേരം പകൽ നിന്ന് നിൽപ്പിലൊന്നു മങ്ങി ശക്തിമാലകൾ ചൂടി ഉടവാളുയരെ വീശിച്ചീറി സത്യമേറ്റു കടശിയുണ്ടു തിരുനാവ നോക്കി വടക്കേ നടവിട്ടിറങ്ങിട്ടൊതുക്കുകൾ ചാടി നിലപാടു തലനേർക്കു കുതിക്കുന്നു ചാവേ ചോരവെള്ളം പോലെ തിളച്ചുയിരുതിരം വീഴെ പാലൊളിയായി മാറിയില്ലേ നിന്റെ തെച്ചിമാല്യം അലറി പൂത്ത പൂക്കൾ വീഴെ മുല്ലമലർ പോലെ വിളറിയൊന്നു സംഭ്രമിച്ചില്ലല്ലി നിൻമിഴികൾ പാടലമക്കുരുതിയാലും കുളിരുറന്നീലല്ലി പാരിടത്തിൻ നേർക്കുയർന്നു കാണുമുഗ്രരോഷം അത്തറയിൽ അവനെയോർത്തു പീഠമിട്ടു പട്ടും പുത്തനലരും വിരിച്ചു കാത്തു നിൽപ്പു ഞങ്ങൾ പായലു പൂത്തു കിടന്നൊരു നീലക്കായലിൽ ഇന്നലെ നീരാടി ഈറൻ ചേലയുടുത്ത നിശീഥിനി കേറിയിറങ്ങിയ പടവുകളിൽ കടലിൻ കരളിൽ നെടുവീർപ്പുകളുടെ കവിത വിടർത്തും മഴവില്ലേ മായരുതേ നീ മാനത്തെത്തിയ കുളിരല്ലേ കാര്യം കൊണ്ടിഹ നീയും ഞാനും കനിവോട് സഖ്യം ചെയ്തിതു മുന്നം കാര്യമതന്നു കഴിഞ്ഞു പിരിഞ്ഞു വൈരമതിനിയും മുന്നേ പോലെ പൂഷകനാം നീ മൂഷകനിനുമേൽ മൂഷികനാം ഞാൻ മൂഷകനിനുമേൽ ഇന്നാം തങ്ങളിലെത്തും നേരം കനിവും അതിലൊരു ചേർച്ചയുമില്ല. പൊന്നും മണികളും കിഴികെട്ടി തന്നിടാം പുന്നാരക്കൊട്ടരി
ഞാനെടുക്കും. അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മതൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. പുലരിച്ചെന്താമര പോലവേ ഭൂതത്തിൻ തിരുമുമ്പിലർപ്പിച്ചു തൊഴുതുരച്ചു. ഇതിലും വലിയതാണെന്റെ പൊന്നോമന, അതിനെ തരികെന്റെ പൂതമേനി. പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം. ആരോടുമില്ല വഴക്കെന്നും പുഞ്ചിരിച്ചാരോടും കൂടി നടന്ന കാലം. അക്കാലം പൂക്കളം തീർത്തതോർക്കുന്നു ഞാൻ മുറ്റത്തിനൈശ്വര്യം ചാട്ടുമപ്പൂക്കളോടൊപ്പമെന്നമ്മയും. വിമൽ കുമാർ. അമൽ വിമൽ മാറ്റിക്കണം. അമൽ നോട്ട് ചെയ്യും. അമൽ വിമൽ പൊളിച്ച് ഇതൊന്നും ഒറ്റ കൈ എൻ്റെ അമ്മച്ചി എവിടെ മാറ്റല് കാണിച്ച് കളിയാണ്. അപ്പൊ ഇങ്ങനെ കൈക്കൊള്ളുക നിൻ സ്വച്ഛ ശാന്തമാം ആത്മഹൃദത്തിൻ ഉദയഗിരിയിൽ സൂര്യനണയുന്നു. പിന്നെയും നിത്യമാകുന്നു മന്ദാരപത്രങ്ങൾ. മുടികോടി വിഭക്താംഗരേഖയായി കാണു ഞാൻ. ഏ